എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഹെൽത്തി ഫിഷ് കറി. ഇതിൽ ഓയിലോ കോക്കനട്ടോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിൽ ആവശ്യമായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി, ഇതെല്ലാം അരിഞ്ഞിടുക. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാട പൊടി, അതിനുശേഷം കടുക് നമ്മൾ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുക. കാരണം കടുക് നമ്മൾ പൊട്ടിക്കുന്നില്ല, എണ്ണയിലല്ലേ സാധാരണ കടുക് പൊട്ടിക്കും. അപ്പോൾ അത് കൊണ്ടാണ് കടുക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നല്ലപോലെ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം, മിക്സി കഴുകിയ കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുള്ളൂ, ഒത്തിരി വെള്ളം ആഡ് ചെയ്യരുത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് പുളി ഒന്ന് ചെക്ക് ചെയ്യണം. പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടംപുളി രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സി എന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിലേ മിക്സ് ചെയ്യാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. കാരണം ഇത് ചെറിയ ഫ്ലെയിമിലേ മിക്സ് ചെയ്യാവുള്ളൂ. കാരണം അത് ഈ മിക്സിങ്ങിലാണ് ശരിക്കും ആ ടേസ്റ്റ് വരുന്നത് ഈ കറിക്ക്. അതുകൊണ്ട് ക്ഷമയോടെ തന്നെ ഇത് ചെയ്യണം. ഒത്തിരി ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, പൊടിയുടെ ആ കരിഞ്ഞ ടേസ്റ്റായി പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ചെയ്യുക. അത് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു സ്മെല്ല് വന്നതിന് ശേഷം മാത്രം വെള്ളം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഏത് മീനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും ഈ കറിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മീനുകളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പാത്രം നിങ്ങൾക്ക് ഷേക്ക് ചെയ്യാൻ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ, കാരണം എൻ്റെത് ഇച്ചിരി ഹെവി ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. പിന്നെ 15 മിനിറ്റ് തുറന്ന് തന്നെ ഒരു കുറച്ച് നേരം അതൊന്ന് വറ്റിക്കണം. അതിനാണ് അതിനുശേഷം കുറച്ച് മല്ലിയിലയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതിടാം. ഞാനിവിടെ മല്ലിയില, ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൻ്റെ ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓയിലില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, പക്ഷേ എന്നാലും നല്ല രുചിയുള്ള ഒരു ഫിഷ് കറി, ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.